നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സഹജീവി സ്നേഹം, ഐക്യം, അധ്വാനപ്രിയം നാട്ടുകൂട്ടമാവുന്നു. തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭക കൂട്ടായ്മ ഓഗസ്റ്റ് 15 തെക്കുമുറിയിൽ നടക്കുന്ന മഹാവിപണന മേളയുടെ ലോഗോ പ്രകാശനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. സഹജീവി സ്നേഹം, ഐക്യം, അധ്വാനപ്രിയം നാട്ടുകൂട്ടമാവുന്നു എന്ന തലവാചകത്തിൽ ആരംഭിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ മഹാവിപണന മേളയുടെ ലോഗോ പ്രകാശനം നടത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ KK റസാഖ് ഹാജി, ജനറൽ കൺവീനർ KC അബ്ദുള്ള, സുധി ഗാന്ധിഗ്രാമം, ഷിബു വെട്ടം, ഉഷ സുരേന്ദ്രൻ, ജമീല അല്ലൂർ, ആത്തിക, സൽമ, ഹാജറ, ഷീബ, സുധ എന്നിവർ സംസാരിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപണന മേളയ്ക്ക് ലോഗോ പ്രകാശനം ചെയ്യുക എന്നുള്ള കൃത്യത്തിലേക്കാണ്. അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ MLA എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേള എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭകരുടെ പേരിലും ഗാന്ധിഗ്രാമത്തിൻ്റെ പേരിലുള്ള വിനീതമായ സ്വാഗതം ചെയ്യുന്നു. പിന്നെ തിരൂർ താലൂക്ക് സംരംഭകർ, വളവന്നൂർ പഞ്ചായത്ത്, ആദവനാട്, വിവിധ പഞ്ചായത്തുകൾ കൂടി ചേർന്നിട്ടൊരു സംരംഭകരെ കൂട്ടായ്മ. അത് ഗാന്ധിഗ്രാമം കൂടി സംയുക്തമായി ചെയ്തിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഒരു മാസത്തെ ഒരു മാസം അതിൻ്റെ ഒരു ചന്ത മേളയായിട്ട് നടക്കുന്നതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹുമാനെ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കുടുംബശ്രീയിൽ ഇതുവരെ നമ്മൾ തിരൂർ താലൂക്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇത് വിജയിപ്പിച്ചാൽ നിങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എല്ലാ കടകളിലും നമുക്കിത് എത്തിക്കാൻ പറ്റും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 15 തെക്കുമുറിയിൽ വെച്ച് നടത്തുന്ന ഈ മഹാവിപണന മേള. കുടുംബശ്രീ ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും വിവിധ തരങ്ങളായിട്ടുള്ള അതിൻ്റെ ഫുഡ് ഉൽപ്പന്നങ്ങളായാലും മറ്റ് സോപ്പ് ഉൽപ്പന്നങ്ങളായാലും വിവിധ തരം നമ്മളുടെ ബാഗ് ഉൽപ്പന്നങ്ങളായാലും അങ്ങനെ വിവിധ തരം നമ്മൾ കുടുംബശ്രീകൾ ഉണ്ടാക്കുന്ന വിവിധതരം ഉൽപ്പന്നങ്ങൾ വിൽക്കാനൊരു മാർക്കറ്റാണ് നമ്മൾ തെക്കുമുറിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉജ്ജ്വലമായ ഒരു സംരംഭത്തിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ സാരഥികൾ എല്ലാവരെയും ആദ്യമായി തുടക്കത്തിലെ അഭിനന്ദിക്കുക. ഓഗസ്റ്റ് 15 മുതൽക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കുടുംബം ഈ മേളയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനക്കും ഒപ്പം പ്രദർശനത്തിനും കൂടി എത്തിച്ചേരുന്നത്. കുടുംബശ്രീയുടെ താലൂക്ക് തല കൂട്ടായ്മയുടെ ഭാഗമായി നടക്കുന്ന ഈ വിപണന മേള നിങ്ങളുടെ ഈ രംഗത്തുള്ളവരുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു സംരംഭ പ്രദർശനം. ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം, ലക്ഷ്യം വെക്കേണ്ടത്. ഒന്ന്, റസാഖാജി പറഞ്ഞ സംഗതിയല്ല. ഒന്ന്, ഏറ്റവും കൂടുതൽ വിഷം നിറഞ്ഞ വസ്തു നമ്മുടെ മുന്നിൽ എത്തുന്നത് പലഹാരങ്ങളാണ്, മിഠായി ഉൾപ്പെടെ. ഇപ്പോൾ മിഠായിയുടെ ഒരു കഥ നമ്മൾ വായിച്ചു, ലഹരി മിഠായി ഇറങ്ങാൻ പോയി. ഇപ്പോൾ വഴിനീളെ പല സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ വിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഒരു പരിമിതിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഭരണി, നമ്മുടെ ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കൊണ്ട് വിൽക്കാൻ പറ്റുന്നതിന് നമുക്ക് കഴിയും. പക്ഷെ അതിൽ ഏറ്റവും സംശുദ്ധമായത് ആ ഭക്ഷണം കഴിക്കുന്നവരെ നിങ്ങളിലേക്ക് വീണ്ടും ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മളെ ഇപ്പോൾ നമ്മളെ സ്വാസംഘ രൂപീകരണം കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മളെ പിന്നെ ലോഗോ പ്രകാശനം. അത് ലോഗോ നിർമ്മിച്ചത് പിന്നെ പ്രശസ്തരായ ശില്പിയത ഷിബു വെട്ടം. അദ്ദേഹത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഐക്യം, അധ്വാനപ്രിയം, ഇത് നാട്ടുകൂട്ടമാവും. ഒരു നാട്ടുകൂട്ടമായി ഈ സംഘം നമ്മൾ ഇത്രയും ആദർശങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഇത്രയും തത്വങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് ഈ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ
ഭക്ഷ്യസുരക്ഷ നിർബന്ധമായിട്ടും രാജ്യത്തിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടത്തിന് പോലും നടപ്പിലാക്കാൻ കഴിയാത്തത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. സമീകൃത ആഹാരം ആർക്ക് ലഭിക്കുന്നു, ആ ലഭിക്കുന്ന ആളെ രോഗത്തിൽ നിന്നും വിമുക്തരായിക്കൊണ്ട് രോഗത്തെ തടുത്തുകൊണ്ടുള്ള ജീവിതമാണ് അയാൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ വ്യക്തിക്കും സമീകൃത ആഹാരം ലഭിക്കത്തക്ക രീതിയിൽ ഓരോ പഞ്ചായത്തിലും ഓരോ താലൂക്കിലും നമ്മളെ ഈ സംരംഭം പടർന്നുകൊണ്ട് സാൻ മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424292005. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.